പേരും കാര്യങ്ങളും ഉള്ള കാരണം കൊണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ വേലമ്പട്ട കള്ള് ഷാപ്പിൻ്റെ അടുത്തുള്ള പഞ്ചായത്ത് കിണറിന് സമീപമാണ്. ഇതിനു മുമ്പ് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. ഈ കിണറിൻ്റെ അവസ്ഥ നോക്കണേ. ആ വീഡിയോ ആദ്യം കണ്ടു നോക്കാം. അതിൻ്റെ അവസ്ഥ അത് കിണറിൻ്റെ അവസ്ഥ നമുക്കൊന്ന് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് ഞാൻ ലൈവിലേക്ക് വരുന്നുണ്ട്. ഇതാണ് കണ്ടില്ല, ഇതാണ് അവസ്ഥ. ഏകദേശം ഒരു 5 കൊല്ലമല്ല, ഏകദേശം 5 വർഷമാകും. 5 വർഷത്തിന് മേലെ ആവുമെന്നാണ് പറയുന്നത്. ഈ അവസ്ഥ ഈ ഇടിഞ്ഞ് പൊളിഞ്ഞ ഇതാണ് അവസ്ഥ. ഏത് നിമിഷവും ഇടിഞ്ഞ് പൊളിയാം. വളരെ അപകടമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൽ ചേട്ടാ ഈ കിണർ ഇതിൽ ഈ കയറ് കെട്ട എന്താ കാരണം? കാരണം പറഞ്ഞാൽ ഈ തല വരെ ഇടിഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ വേണ്ട അത് കാല് വെട്ട അത് ഒന്നിച്ച് പോകും. ഇത് ശരിക്കും പൊളിഞ്ഞ് പങ്കായിരിക്കും അല്ല, കോടായിരിക്കും. ഇതാണ് കണ്ടില്ല, ഇതാണ് ഏത് നിമിഷവും ഇടിഞ്ഞ് പൊളിഞ്ഞാറായ സ്ഥിതിയാണ്. ഇത്രയും അപകടകരമായ സ്ഥിതിയിലായിട്ടും ഇതുവരെ പഞ്ചായത്ത് ഈ കിണർ നേരാക്കാനും നന്നാക്കാനും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് പറയുന്നത്. ഒരു ടെൻഡർ കൊടുത്തു. കോൺട്രാക്റ്റുകാരൻ വന്നപ്പോൾ 75,000 രൂപയാണ് ബഡ്ജറ്റ് ഇട്ടത്. പക്ഷേ 75,000-ത്തിൽ ഈ ബഡ്ജറ്റ് ഈ കിണർ പൊളിക്കുന്ന ഈ നന്നാക്കൽ, ഈ കിണർ ശരിയാക്കൽ നടക്കില്ല എന്ന് പറഞ്ഞ് ആ കരാറുകാരൻ തിരിഞ്ഞു പോവുകയോ ചെയ്തു. ശരിക്കും ചുരുങ്ങി എത്ര വേണ്ടത്? ശരിക്കും 2 ലക്ഷം വേണ്ടത് അല്ലേ? ഈ കിണർ നഷ്ടപ്പെടാണ്ടൊന്നും ഇതാക്കി തന്നാൽ മതി. മെമ്പറുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ ആരും ഇല്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത കുഴപ്പമൊന്നും എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷെ ആരും വെള്ളത്തിന്റെ ആവശ്യമാണ്. പക്ഷേ ഈ കിണറിനും കംപ്ലീറ്റ് ഇവിടെ നിന്ന് എടുക്കുന്നില്ല. ഒരു സമയത്ത് ഇതിൽ തന്നെയായിരുന്നു. എല്ലാവരും അറ്റ വേനൽക്കാലത്ത് മാത്രമേ വെള്ളം കിട്ടാത്തുള്ളൂ. പക്ഷെ അതിന് വെള്ളം പറഞ്ഞ ഒരു പ്രത്യേക വെള്ളമാണ്, അടിപൊളി വെള്ളം. ഇത്രയും കുടുംബത്തിൽ എല്ലാ കുടുംബത്തിലും ആശ്രയമല്ല. എന്നിട്ട് പോലും ഇതിൽ ഈ കിണർ ഇപ്പം എല്ലാവർക്കും കുഴൽ കിണറും കാര്യങ്ങളും കിണറുള്ള കാരണം കൊണ്ട് പുതിയ എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ഒരു സമയത്ത് ഇതിൽ ഈ കിണറ്റിൽ രാത്രി 3 മണിക്ക് വന്നിട്ട് തെക്കി എടുക്കുന്നു. ഇതിൽ മെമ്പർ എന്താ പറയുന്നത്? മെമ്പർ വെച്ചിട്ടിപ്പോൾ ശരിയാക്കാൻ പറയല്ലേ? ഇത് 7-ാം വാർഡിൽ പെടുന്നില്ല. 7-ാം വാർഡിൽ ഇതാ കണ്ടില്ല. ഇത്രയും അപകടമായ സ്ഥിതിയായിട്ടും ഇത് പഞ്ചായത്തിൽ ഫണ്ട് ഇല്ല എന്ന് പറയുന്നത് വളരെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. എത്രയോ അനാവശ്യമായ ചിലവാക്കുമ്പോൾ ഒരു ഫണ്ട് രൂപീകരിച്ച് ഇതിനോട് ഒരു MLA ഫണ്ട് വെച്ചിട്ട് ഈ കിണർ ശരിയായി നന്നാക്കൂടാ. കണ്ടില്ല, ഏത് നിമിഷവും ഇടിഞ്ഞ് പൊടിഞ്ഞ് പോകുക എന്നുള്ളൊരു സ്ഥിതിയാണുള്ളത്. ഇത്രയും ഏത് നിമിഷവും. അതുകൊണ്ടാണ് ഇവരുടെ ചേട്ടന്മാർ ഇവിടെ കയറ് കെട്ടിയിരിക്കുന്നത്. കയറ് കെട്ടി പിടിച്ചിട്ട് കയറ് കൊണ്ട് ആരും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കയറ് കെട്ടിയിരിക്കുന്നത്. ആരും കടക്കാതിരിക്കാൻ വേണ്ടി. കടന്നാൽ ഒരുപക്ഷെ ഈ കാണുന്നത് വീട് ഇതാണ് വീട്. ഇതിൽ കൂടെ ഏത് നിമിഷവും താഴത്ത് വീഴാം എന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ചേട്ടന്മാർ കയറ് കെട്ടി 2 സൈഡും കയറ് കെട്ടിയിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതർ അല്ലെങ്കിൽ പ്രസിഡന്റ് ഒരു MLA ഫണ്ട് വയ്ക്കൂ. നിങ്ങൾ ഭരണപക്ഷത്തിൽ ചേർന്നിട്ട് കോങ്ങാട് MLA ഫണ്ട് വയ്ക്കൂ. അല്ലെങ്കിൽ MP ഫണ്ടിൽ ശരിയാക്കാൻ പറ്റുമോ ശരിയാക്കൂ. MP ഫണ്ട് വേണ്ട, ഒരു MLA ഫണ്ടിങ് വെച്ചിട്ട് ശരിയാക്കൂ. 75,000 കരാറ് വരുമ്പോൾ അയാൾ പിന്നോട്ട് പോയി. 75,000 രൂപ നടക്കില്ല. 75,000 രൂപ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ആ കരാറുകാരൻ പിന്നോട്ട് പോവുകയും ചെയ്തു. 75,000 നടക്കില്ലല്ലോ. ഇത്രയും ഏകദേശം 5 വർഷത്തിന് മേലെയാവും ഈ സ്ഥിതിയായിട്ട്. 5 വർഷത്തിന് മേലെയാവുന്നതാണ്. എത്രയോ കുടുംബങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന്
രാവിലെയോ പകലോ രാത്രി അതില്ല, ഏത് സമയം എല്ലാ സമയത്തും ഈ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. എന്നിട്ട് പോലും പക്ഷേ ഇപ്പോൾ എടുക്കാൻ അത്രയോ ഇല്ല. എന്നാലും വെള്ളത്തിന് ആവശ്യക്കാർ രാവിലെ ഇഷ്ടംപോലെ കുടിക്കാൻ നല്ല വെള്ളം, നല്ല ടേസ്റ്റുള്ള വെള്ളം. നമ്മളിപ്പോൾ മറ്റേ കുഴൽ പൈപ്പ് തൊണ്ടവേദന ഒരു അങ്ങനെ നല്ല ശുദ്ധമായ വെള്ളമല്ല. ശുദ്ധമായ വെള്ളം. ഇത്രയും അവർക്ക് പറയാം, ഇത്ര ശുദ്ധമായ വെള്ളം ഉണ്ടായിട്ടും ഈ പഞ്ചായത്ത് ഇത് ശ്രദ്ധിച്ചില്ല പറഞ്ഞാൽ എന്താ, ഇതെല്ലാം ഒരു അത്ഭുതകരമായിട്ടല്ലേ. മെമ്പർക്ക് ഇത് ശ്രദ്ധിക്കൊണ്ട് മെമ്പർക്ക് മുൻകൈ മെമ്പറിൻ്റെ വാർഡ് തന്നെയാണ്. മെമ്പറിൻ്റെ വീട് ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. എന്നിട്ട് മെമ്പർ ഇതിൽ ഒരു ശ്രദ്ധിച്ചില്ല പറഞ്ഞാൽ വളരെ ഒരു അത്ഭുതകരമാണ് മെമ്പറായത്. ഇതൊക്കെ അത് താങ്കൾ പഞ്ചായത്തിൽ ഫണ്ടില്ലെങ്കിൽ MLAക്ക് താങ്കൾ ഭരണപക്ഷത്തിൽ ചേർന്നിട്ട് MLA ശ്രദ്ധയിൽപ്പെടുത്തു. MLA ഫണ്ട് കൊണ്ട് ഈ കിണർ നന്നാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏത് നിമിഷം ആളുകൾക്ക് എന്ത് അപകടം സംഭവിക്കാം, ആ സ്ഥിതിയിലുള്ളത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ചേട്ടന്മാർ ഇവരെല്ലാം ചേർന്ന് ഇവിടെ യൂണിയൻ ചേട്ടന്മാർ ഇവരൊക്കെ ചേർന്നിട്ട് ഈ കയറ് കെട്ടി ആരും കടക്കാതിരിക്കണം. കൊച്ചുകുട്ടികൾ മാത്രമല്ല മുതിർന്നവരടക്കം കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കയറ് കെട്ടിയിരിക്കുന്നത്. കയറ് കടന്നാൽ കാണിച്ചില്ലേ, അതിൽ ഏത് നിമിഷം ഇടിഞ്ഞ് താഴെ പോകാത്തൊരവസ്ഥയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഈ മെമ്പറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അത് മെമ്പർ ഇത് ഈ പഞ്ചായത്തിൽ കിണർ നഷ്ടപ്പെടുത്താണ്ടിരിക്കും. ഇനി അടുത്തൊരു മഴക്കാലത്ത് ഈ കിണർ ഉണ്ടാവില്ല. ഈ കിണർ ഇല്ലാണ്ടാവും. പക്ഷേ ഈ കിണർ നഷ്ടപ്പെടുത്താനുണ്ടാകുന്നുള്ള അഭിപ്രായം കാരണം ഞാൻ എന്താണ് പറഞ്ഞാൽ അതിൻ്റെ വെള്ളം അത്രയും നല്ല ഇത്രയും നമ്മൾ ഈ ചിലപ്പോൾ ഈ പല പഞ്ചായത്തിൽ ഉണ്ടാവില്ല. പറളി പഞ്ചായത്ത് ഇത്ര ശുദ്ധമായ വെള്ളം പഞ്ചായത്ത് കിണറിൽ വെള്ളം ഉണ്ടാവില്ല എന്ന് ഇവിടുത്തെ ചേട്ടന്മാർ പറയുന്നത്. അത്ര നല്ല വെള്ളമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പഞ്ചായത്ത് ശ്രദ്ധയിലോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൽ ഭരണപക്ഷങ്ങൾ കൂടി ചേർന്ന് MLAയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ഈ കിണർ നന്നാക്കണം എന്നാണ് ഇവിടുത്തെ ചേട്ടന്മാരുടെ ആവശ്യം, ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം, ഇത്രയും കുടുംബങ്ങളുടെ ആവശ്യം. ഇത് കണ്ടില്ലേ, ഞാൻ അതിനു മുമ്പ് വാർത്ത ചെയ്തിരുന്നു, യാതൊരു നടപടിയില്ല. എന്തായാലും മെമ്പറിൻ്റെ ഒരേ വാർഡാണ്. ഏകദേശം മെമ്പറിൻ്റെ വീടും ഏകദേശം 1/2 കിലോമീറ്റർ കാലിയാണ്. എന്നിട്ട് പോലും മെമ്പർ ഇത് ശ്രദ്ധിക്കുന്നില്ല പറയുന്നത് വളരെ ഒരു അതിശയകരമാണ്, ഒരു അത്ഭുതകരമാണ്. മെമ്പർക്ക് ഇതൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട മെമ്പർ. അതെല്ലാം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ല. മെമ്പർക്ക് പല തിരക്കുകളും ഉണ്ടാകും, ഔദ്യോഗികമായ തിരക്കുണ്ടാകും. എങ്കിലും ഈ കാര്യം ഇതൊന്നും ചെറിയ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പഞ്ചായത്ത് ഫണ്ടില്ലെങ്കിൽ MLAയുടെ ഫണ്ട് MLA ശ്രദ്ധിക്കൂടെ MLA ഫണ്ടിൽ ശരിയാക്കണം എന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറയുന്നത്. എന്തായാലും ഇത് ലൊക്കേഷൻ വന്ന് നമ്മുടെ വേലമ്പറ്റ കള്ള് ഷാപ്പ്, പറളി പഞ്ചായത്തിലെ വേലമ്പറ്റ കള്ള് ഷാപ്പിനടുത്ത് 7-ാം വാർഡിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്.